ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ മിസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഇൻട്രോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണത്. അപ്പോൾ ആദ്യ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വന്നിട്ട് ഈ പാർട്ട് കാണുക. എന്താണെങ്കിലും ഫസ്റ്റ് പാർട്ടിലാണെങ്കിലും സെക്കൻഡ് പാർട്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതാ ഈ മൺട്രോയുടെ കുതിരയെ അടക്കിയ സ്ഥലത്തും പിന്നെ അതേപോലെ ജെഡി മൺട്രോയുടെ ശവകുടീരം കണ്ടിട്ടാണ് ലാസ്റ്റ് നമ്മൾ നിർത്തിയത്. അപ്പോൾ എന്താണെങ്കിലും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക കേട്ടോ. ഇതൊക്കെ മലയാളികളുടെ കേട്ടോ. ഇതെല്ലാം കുറേ മലയാളികളുടെ ഇതായിരുന്നു അല്ലേ. ഇതെല്ലാം മലയാളികളുടെയാണ് ഈ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയൊക്കെ. ഇതൊക്കെ റീസെൻ്റായിട്ട് അടക്കിയിരിക്കുന്നത് കേട്ടോ. അതങ്ങനെ കുറേ ഇതവിടെ ഉണ്ട്. പിന്നെ ഉണ്ടല്ലേ ഇങ്ങനെ കുറേ റീസെൻ്റ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന ഈ തകർന്ന് കിടക്കുന്നതല്ല ഇതില്ലേ, ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത്. ഇതെല്ലാം ഒറിജിനലാണ് വരുന്നത്. ഇതെല്ലാം മലയാളികളുടെയാണ് വരുന്നത്. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഏലപ്പാറയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയാണ് ഈ കാണുന്നതല്ല. ഇതെല്ലാം സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഇതൊന്നും ഒറിജിനലല്ല. ഇതെല്ലാം ഈ ഷൂട്ടിങ്ങിന് വേണ്ടി വെച്ചേക്കുന്ന ഇതാണ് കാണുന്നത്. നമുക്ക് ഇതിലേക്ക് നേരെ അങ്ങോട്ട് കുറച്ച് അപ്പുറത്തോട്ട് മാറിട്ട് അതുവഴി കയറി പോകാം. ഒക്കെ റീസെൻ്റായിട്ട് 2018 വെച്ചേക്കുന്നുണ്ട്. അതുണ്ടല്ലേ അതൊക്കെ നല്ല ഇതായിട്ട് തന്നെ അവർ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റത്തിൽ ഫാമിലി ടോംബ്, മറ്റത്തിൽ ഫാമിലി കല്ലറയാണ് ഈ കാണുന്നതെല്ലാം. മറ്റേ സിനിമയിൽ ഇവിടെയാണ് ആ വണ്ടിയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് വെച്ച് അവരാ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കേട്ടോ. പിന്നെ പശുമ്പകൾ നല്ല പുല്ല് തിന്നുണ്ട് കേട്ടോ. പശുമ്പ പുല്ല് തിന്നോണ്ടിരിക്കും കേട്ടോ ഇവിടെ വന്നിട്ട്. പശുമ്പയൊക്കെ ശവക്കല്ലറ കയറി വന്നിട്ടാണ് പുല്ല് തിന്നോണ്ടിരിക്കുന്നത്. അതിൻ്റെ അങ്ങേറ്റത്തത് ആ കാണുന്ന മുഴുവൻ ഈ എന്താ പറയുക തേയിലത്തോട്ടം കേട്ടോ. ആ കാണുന്നല്ല കുറേ പശുക്കളിങ്ങനെ വന്ന് പുല്ല് തിന്നുന്നു വൈകുന്നേരത്തിൻ്റെ ചൂടുകളിൽ കൂടെ. ഇതാ പള്ളിയുടെ ബാക്ക് സ്ഥലമാണ്. പറഞ്ഞ എങ്ങനെയുണ്ട് ശവക്കല്ലറ കണ്ടിട്ടോ. എന്താണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും കയറി പോകണില്ല. നമ്മൾ ആ പള്ളിയുടെ ബാക്ക് കുറച്ച് ഒന്ന് കറങ്ങി നമ്മൾ വന്ന സ്ഥലത്തോടെ കയറിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ. നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടോ ഇവിടെ നിന്ന് കേൾക്കുന്നത്. അവരുടെ ഒരു മരത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി പോകണം. അവരുടെ മരത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി പോകുന്നുണ്ട്. എങ്ങോട്ട് കയറി പോകണമെന്ന് അറിയത്തില്ല. അവരുടെ സ്റ്റൈലി വരാൻ വേണ്ടി പോകുന്ന കേട്ടോ ഈ കാണുന്നത്. ഇങ്ങോട്ട് നോക്ക്. ഓ ഭയങ്കര സ്റ്റൈലാണ് അവരുടെ, ഭയങ്കര സ്റ്റൈലാണ്. മറ്റേ പള്ളിയിൽ ഇതിന് നടക്കുന്നതിൻ്റെ കേട്ടോ നല്ല എല്ലാം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി പോകാൻ പറ്റൂല. ഇതാട്ടോ പള്ളി വരുന്നത്. ഇതെല്ലാം ഇവിടെ വന്നിരുന്ന പാസ്റ്റേഴ്സ് ആട്ടോ. ആ സൈഡിലുള്ള ബ്രിട്ടീഷ് പാസ്റ്റേഴ്സും ഇത് ഇന്ത്യൻ പാസ്റ്റേഴ്സും ആണല്ലേ. ക്രിസ്മസിനായിട്ടുള്ള ഒരുക്കങ്ങളാട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുള്ളൂ. അത്രയും പഴക്കമുള്ളൊരു പള്ളിയാന്ന് കണ്ടാൽ പറയില്ല കേട്ടോ. പാട്ട് കേട്ടോണ്ടിരുന്ന വെളിയിൽ നിന്നാട്ടോ. എന്താണ് ഭയങ്കര നല്ല ഇതായിട്ടുണ്ട്. അടിപൊളി ഒരു ലുക്കാട്ടോ ഇവിടെ കാണാൻ വേണ്ടി. നല്ലൊരു സെറ്റപ്പാണ്. എന്താണെങ്കിലും ഈ ഹാളൊക്കെ നിർമ്മിച്ചേക്കുന്ന ഓരോരുത്തരുടെ ഇതിന് വേണ്ടിയിട്ടാണ് ഹാളൊക്കെ നിർമ്മിച്ചേക്കുന്നത്. എന്താണെങ്കിൽ ഈ പൈൻ മരവും ഇതെല്ലാം കാണാനായിട്ട് നല്ലൊരു അടിപൊളി ഇതാട്ടോ. നല്ല തണുപ്പുണ്ട് ഇവിടെ. എന്താണെങ്കിലും വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ പള്ളിക്കുന്നിലെ കാഴ്ച കണ്ട് ഇവിടെ നേരെ വീട്ടോട്ട് പോവാണ്. ഇനിയിപ്പോൾ ഒത്തിരി സമയമാവും. ഇനി ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയേക്കാൻ വേണ്ടി പോകുന്നത്. എന്താ പറയുക ഈ കാണുന്നതാണ് പള്ളി വരുന്നത്. നമ്മളിതാ ഇവിടെയാണ് വണ്ടി ഇട്ടിട്ട് പോയത്. അതാണെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു
വൈബാട്ടോ നമുക്ക് അതിൻ്റെ അത് കയറി ശവക്കല്ലറ ആണെങ്കിൽ കൂടെ തന്നെ കാണാൻ നല്ലൊരു എന്താ പറയുക ഒരു നല്ല ഇതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറകിലൊക്കെ അവിടെ പുതിയ അച്ഛൻ്റെ താമസിക്കാനുള്ള സ്ഥലമൊക്കെ പണിയുന്നുണ്ടാണ് നമ്മുടെ അച്ഛൻ മറ്റേ ചേട്ടൻ പറഞ്ഞു തന്നത്. പിന്നെ ആ ചേട്ടൻ താമസിക്കുന്നത് ഈ കാണുന്ന വീട്ടിലാണ് ആ ചേട്ടൻ താമസിക്കുന്നത്. അപ്പം എന്താണെങ്കിലും നമ്മൾ ഇവിടുന്ന് എന്താണെങ്കിൽ പോവുകയാണ്. അപ്പം നമ്മളിതേ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു സായിപ്പിനെ കണ്ടിട്ട്. ഇത് മുഴുവൻ ടീ പ്ലാന്റേഷൻ ആട്ടോ. തോടും വളവുകളാണുള്ളത്, തോടും വളവുകൾ. പിന്നെ ഇവിടെ റേഞ്ചൊക്കെ ഇച്ചിരി കുറവാട്ടോ. നല്ല അടിപൊളി കുറവാണ് ഇതൊക്കെ. നോക്കിക്കൊണ്ടൊക്കെ തിരിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും ഇഷ്ടംമാര്. പിന്നെ ഇത് കൂടാതെ ഈ വഴി കൂടെ ഇഷ്ടംമാര് ഈ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. മറ്റേ കർണാടകത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും എല്ലാം ഒക്കെ ഒത്തിരി വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കൃത്യമാണ്. നമ്മൾ ആ പെരുവന്താനം കയറ്റം കയറിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ഇന്നോവയും തമിഴ്നാട് അയ്യപ്പന്മാർ വന്ന വണ്ടി ഇടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ആരുടെ ഭാഗത്ത് തെറ്റ് നിർത്തില്ല. മറ്റേ ലെഫ്റ്റ് സൈഡിലാണ് അയ്യപ്പന്മാരുടെ വണ്ടി മുകളിൽ നിന്ന് വന്ന് കിടന്നത്. മറ്റേ വണ്ടി റൈറ്റ് സൈഡിലുമാണ് കിടന്നത്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ? ഇതുണ്ട്, ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണുന്നത് ഇവിടെയുള്ള ചെറിയൊരു കടയൊക്കെ ആയിട്ട്. ഇതെല്ലാം അടിപൊളി വഴിയാണ്. ഇതുണ്ടല്ലേ, ഇതെല്ലാം ഈ വരുന്ന എല്ലാ അയ്യപ്പന്മാരുടെ വണ്ടികളാട്ടോ ഈ കാണുന്നതെല്ലാം. ഇത് അയ്യപ്പന്മാരുടെയാണ്, ഇത് അയ്യപ്പന്മാരുടെയാണ്. ഇഷ്ടമാതിരി വണ്ടികൾ എന്താണേലും ഈ വഴി കൂടെ വരുന്നുണ്ടോ, ഇഷ്ടമാതിരി വണ്ടികൾ. ഞാൻ മലയൊക്കെ കണ്ടില്ല, ഭയങ്കര വലിയ മല എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മല. അവനെ എന്ത് തോന്നുന്നു വഴി കൂടെ വന്നിട്ട്? ഛർദ്ദിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടോ? അതെ, കാട്ടിൻ്റെ അത് ഒരു അമ്പലം വയ്ക്കുന്നുണ്ടോ? പിന്നെ ഇതുവഴി അങ്ങോട്ട് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴാണ് മറ്റേ ലൂസിഫറിൻ്റെ അകത്ത് മറ്റേ ആ പള്ളി ഉണ്ടാക്കിയേക്കുന്നതൊക്കെ പറയുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഇതുവഴി അങ്ങ് ചെന്ന് കഴിയുമ്പോഴതൊക്കെ പറയുന്നുണ്ട്. എവിടെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് എന്താണെങ്കിലും മുന്നോട്ട് പോവാം. ഞാൻ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര വലിയൊരു വീഡിയോ ആയി പോകും. ഭയങ്കര വലിയ ലെങ്ത് ആയി പോകും വീഡിയോയ്ക്ക്. നമ്മളത് മേമല എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. മേമല അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. മേമല ഒരു ചെറിയ ടൗൺ ആട്ടോ ഈ കാണുന്നത്. ഈ മലകളുടെ മുകളിലുണ്ടായിരുന്നുകൊണ്ടായിരിക്കും തോന്നുന്നു മേമല എന്ന് പേര് വന്നത്. നമ്മൾ ഫ്രണ്ടിൽ 2 വണ്ടികൾ പോകണ്ട, അത് ഇച്ചിരി പയ്യാണ് പോണത്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് കയറിപ്പോവാം. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന എല്ലാം മുഴുവൻ ടീ പ്ലാന്റേഷൻ ആട്ടോ. ഈ കാണുന്ന എല്ലാം ടീ പ്ലാന്റേഷൻ ആണ്. നല്ല രസമുണ്ട്. എന്താണ് ഇത് കാണുന്നത്? ഇത് കണ്ടില്ല, പശുവൊക്കെ അവിടെ കിടന്ന് ഉറങ്ങും. നോക്കി നിങ്ങളതിൽ പശുവൊക്കെ ആണ് കിടക്കുന്നത്. നമ്മൾ ഈ ഇറങ്ങി ചെല്ലുന്ന സ്ഥലം ഐ ഗസ് ഏലപ്പാറയാണെന്ന് തോന്നുന്നു. ഏലപ്പാറയിലൊക്കെയാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നതെന്നാണ് തോന്നുന്നത്. നല്ല അടിപൊളി സീനറി ആട്ടോ. എന്താണ് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മൊത്തം സീനറി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഞങ്ങൾ ആ മലയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, മുഴുവൻ സീനാണ്. അവിടെയൊക്കെ പഴയ വീടൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടി. അവിടെ ചേട്ടനും ചേച്ചിയും വണ്ടി മാറി മാറി ഓടിക്കുന്നുണ്ടോ. ഇവിടെ ഇന്നാണ് ഞങ്ങൾ ശബരിമലയ്ക്ക് പോയപ്പോൾ കണ്ടായിരുന്നു. ഇവിടെ ചൂട് പായസം വെക്കുന്ന ഒരു ചേച്ചി. എനിക്ക് തോന്നുന്നത് ആ കാണുന്ന ഏലപ്പാറ ടൗൺ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മോസ്റ്റ്ലി ആവാനാണ് ചാൻസ്. എന്നാണെങ്കിൽ നല്ലൊരു അടിപൊളി ഭംഗിയുള്ളൊരു ടൗൺ ആട്ടോ. ചുറ്റും കാപ്പിത്തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ. തേയിലത്തോട്ടത്തിൻ്റെ അടുക്ക് ഒരു ടൗൺ. അവരുടെക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞേ തോന്നുന്നേ? ഒന്നും തോന്നുന്നില്ല അവരുടെക്ക്. ആക്ച്വലി അവരുടെ നല്ല കലിപ്പിലിരിക്കുന്ന കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോ എടുക്കാൻ അവരുടെ ക്യാമറ എല്ലാം ഓണാക്കി വരുമ്പോഴത്തേക്ക് ആ സീനറി എല്ലാം കഴിഞ്ഞു പോകും. അങ്ങനെ അവരുടെ കലിപ്പിലിരിക്കുന്നതാണ്. അവരുടെയാണ് ഇപ്പോഴും വീഡിയോ എടുക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. നമ്മൾ വന്നത് ഈ ഏലപ്പാറയിലേക്ക് തന്നെയായിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വാഗമണ്, നേരെ 108 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മൂന്നാർ, 58 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇടുക്കി ഡാം. ഇത്രയും സ്ഥലത്തോട്ട് നമുക്ക് പോകണം. പിന്നെ ഐ ഗസ് വേറെ കുറേ സ്ഥലത്തോട്ട് കട്ടപ്പനയ്ക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. ഈരാറ്റുപേട്ടയ്ക്ക് ഈ വഴി കൂടെയാണ് പോകേണ്ടത്. വാഗമണിലുള്ള ഇതാണ് ടൗൺ. അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയാണ് ആ കാണുന്നത്. 100 മീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇതാണ് ഏലപ്പാറ ടൗൺ വരുന്നുണ്ടോ. ഏലപ്പാറ ടൗൺ ആക്ച്വലി ഈ കിടക്കുന്ന ഈ വണ്ടി കണ്ടോ? ഈ വണ്ടി നമ്മൾ താഴെ വെച്ച് കണ്ടതാണ്. ധ്യാൻ വാളയാർ പരമേശ്വരനൊക്കെയാണ് വണ്ടി എഴുതി വെച്ചിരുന്നത് കേട്ടോ.
എല്ലാവരും വണ്ടി ചുമ്മാ ഇങ്ങനെ പുറത്തോടെ കൊണ്ട് ചുമ്മാ നിർത്തിയിട്ടേക്കും കേട്ടോ. എല്ലാ വണ്ടികളും അതുകൊണ്ടില്ല ഓട്ടോയൊക്കെ നിർത്തിയിട്ടേക്ക് നോക്കി. അപ്പുറം ഇപ്പുറം എല്ലാ സ്ഥലത്തും ഓട്ടോയാണ് കൊണ്ട് നിർത്തിയിട്ടേക്കുന്നത്. ഡ്രൈവറെല്ലാം അതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. കോഴിക്കാനം അതൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി വ്യൂ കേട്ടോ. എന്താണെങ്കിലും ഇവിടെയൊക്കെ കട്ടപ്പന 30 കിലോമീറ്റർ, ഇടുക്കി ഡാം 52 കിലോമീറ്റർ, കൊടിയമ്പല 38 കിലോമീറ്റർ, മൂന്നാർ 98 കിലോമീറ്റർ. നമ്മുടെ മുന്നിൽ ഈ കാണുന്ന വഴിയില്ലേ, ആ വഴിയാണ് ഇത് അങ്ങ് താഴത്തോടെ പോണത്. ആ കമ്പി കാണുമ്പോൾ നമുക്ക് കാണത്തില്ല എന്നുണ്ടോ ഉണ്ടോ, ആ താഴത്തോടെ പോണത് ആ വഴി തന്നെയാണ്. വളവ് തിരിഞ്ഞ് പോണത്. നല്ല അടിപൊളി വീതിയൊക്കെ ഉണ്ട് ഇവിടെ വഴിക്ക്. മുകളിൽ നിന്നൊരു വെള്ളച്ചാട്ടമൊക്കെ ഒഴുകി വരുന്നുണ്ട് അവിടെ. സെറ്റപ്പാണ്. നമ്മുടെ ആ KSRTC അതുവഴി പോകുന്നുണ്ട്. KSRTC നല്ല അടിപൊളിയായിട്ടില്ല അതിലേക്കൂടെ വഴിയുടെ കാണാൻ വേണ്ടി. KSRTC ഇതെല്ലാം കൂടെ ചേർത്ത് കാണാൻ വേണ്ടി നല്ല ലുക്കുണ്ട് കേട്ടോ. നല്ലൊരു ഇതാണ്. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഈ വരുന്നതെല്ലാം ശബരിമലയ്ക്ക് പോകുന്ന വണ്ടികളാട്ടോ. ഇതെല്ലാം എല്ലാം കർണാടക രജിസ്ട്രേഷൻ വണ്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ വഴി കൂടെ വന്ന് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്മസിനെ വരവേക്കാൻ വേണ്ടി ഇതുണ്ട് ഒരു പള്ളി നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയാട്ടോ. സ്റ്റാർസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. സെന്റ് ജോർജ് ഇടവക ദേവാലയം 4 മൈൽ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഇനി നമുക്കപ്പോ ചപ്പാത്തി ചെന്നിട്ട് കാണാട്ടോ. ചപ്പാത്തി എടുത്തിട്ടുണ്ടോ? ഇതായിട്ട് ചപ്പാത്ത് പാലം വരുന്നത്. ചപ്പാത്ത് പാലത്തിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട്. അതുണ്ടല്ലോ ഇവിടെയൊക്കെ നിറച്ച് ലെഫ്റ്റ് റൈറ്റിലൊക്കെ നിറച്ച് വെള്ളം വരുന്നുണ്ട്. നമ്മള് ചപ്പാത്ത് ടൗണിലോട്ട് കിടക്കുവാണ്. ചപ്പാത്ത് എന്നാട്ടോ ഇവിടെ അറിയപ്പെടുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ചപ്പാത്ത് എന്താണോ? ഇവിടെ വഴിയൊക്കെ കുറച്ച് മോശമാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോണ ഈ വണ്ടി ഉണ്ടോ, ചപ്പാത്ത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിൽ വന്ന വണ്ടി കേട്ടോ. KL 160007 എന്ന് പറഞ്ഞ ഈ വണ്ടി. ആ പുള്ളി അതിൻ്റെ അകത്ത് ഇങ്ങനെ ഡ്രൈവർ പുള്ളി ഫോണിലാട്ടോ, ഫുൾ ടൈം ഫോണിലാണ്. വണ്ടി വിട്ട് കയറ്റിയും ഇറങ്ങി വരുന്ന വണ്ടിയൊന്നും കയറ്റിയും പെടത്തില്ല, പുള്ളി വിട്ട് പോകത്തുമില്ല. ഫുൾ ടൈം ഫോൺ വിളിച്ചുകൊണ്ട് പോകണം. വഴി മുഴുവൻ കുഴിയാണ്. ഷേക്കിങ് വരുന്നുണ്ടോ. ഫോൺ വിളിച്ചോണ്ട് പോകണമുണ്ട്. നമ്മുടെ വഴിയുടെ അവസ്ഥയാണ് മുഴുവൻ വഴി പോയി കിടക്കട്ടോ. വഴി ഇവര് നിരത്തി കൊണ്ടുവരുന്നതേ ഉള്ളൂ. അയ്യോ, മൊത്തം വഴി ഇതായിട്ട് കിടക്കണം. വഴി പോയി കിടക്കോട്ടോ. വഴി ഭയങ്കര മോശം. ഒന്നും കൊള്ളാത്ത വഴി. ഇവിടെ വഴി പണിത് കഴിയുമ്പോൾ നല്ലതായിരിക്കും. ഈ ചപ്പാത്തിന്റെ ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ വഴി മൊത്തം പോയി കിടക്കുന്നത്. പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഉപ്പുതോട് പുഴ. ഉപ്പുതോട് പുഴ ചേട്ടായി പറഞ്ഞു.
റോഡ് മോശമായതുകൊണ്ട് നമ്മളിപ്പോ പാലം കടന്നു വന്നില്ലേ, ഇത് അവിടെയുള്ളവർക്കാണ് മറ്റേ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് കൊറേ ഇങ്ങ് പോകുന്ന നമ്മള് ഉടുമ്പൻചോല എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തെത്താറായി, കല്ലുവാലം എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്തെത്താറായി. നമ്മളിതാ ഇവിടെ ഒരു വഴി സൈഡിൽ ഇവിടെ ഒരു വണ്ടി നിർത്തി. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നിറയെ ക്യാമറ, ഇതാ കാണുന്നതും അതെല്ലാം ക്യാമറ കേട്ടോ, മൊത്തം ക്യാമറയാണ് വെച്ചത്. ഇതൊരു ചെറിയ വ്യൂ പോയിന്റ് ആണ്. ഇതിലെ കൂടെ അങ്ങനെ കുറേ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടോ. നമ്മളത് ഇതിലേ കൂടെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ടല്ലോ, ഇതിങ്ങനെ തമിഴ്നാടാട്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് തമിഴ്നാടും ഇവിടെ കേരളമാണ്. ഈ ആ പാറ നിൽക്കുന്ന അവിടെ ഒരു പാറ പോലെ കാണുന്നുണ്ടോ, അത് അങ്ങ് അവിടെ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ആയിട്ട് അത് മുഴുവൻ തമിഴ്നാടിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഇനി ഇതുണ്ടോ, നല്ലൊരു അടിപൊളി മലയാട്ടോ ഇത്. എന്താ നമ്മുടെ സഖ്യപർവ്വതം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഇതാണ്. പിന്നെ ദാ അങ്ങ് അവിടെ കാണുന്നതൊക്കെ അത് മുഴുവൻ തമിഴ്നാടാണ്. നമ്മളിങ്ങ് ഈ വരുന്ന വഴി അങ്ങ് താഴെ അവിടെ ഒരു ഓട്ടോറിക്ഷ കയറി വരുന്നുണ്ടോ, ആ ഓട്ടോറിക്ഷ കയറി വരുന്ന താഴെ കുറച്ച് ഭാഗം നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ കയറി വരുന്നത്. അത് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ അതൊക്കെ കറക്റ്റ് നോക്കി കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരും നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ കയറി വരുന്നതായിട്ട്. അവരുടെ അവിടെ എന്തോ റീലൊക്കെ ചെയ്യാനുള്ള ഭയങ്കര പരിപാടിയാട്ടോ. മുന്നേ റീൽ ചെയ്യുന്ന പരിപാടിയാണ് ഉണ്ടോ, റീൽ ചെയ്യാനുള്ള ഭയങ്കര പരിപാടിയാട്ടോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നതൊക്കെ ഭയങ്കര റീൽ ചെയ്യാൻ വേണ്ടി പോകുന്നതായി കാണുന്നത്. നല്ലൊരു വ്യൂ ആട്ടോ, എന്താണെങ്കിലും നല്ല അടിപൊളി വ്യൂ. അപ്പം ഇതൊരു വ്യൂ പോയിന്റ് ആണ് ആക്ച്വലി. ഈ വ്യൂ പോയിന്റിന്റെ പേരെന്ന് പറഞ്ഞാൽ മാൻകുത്തിമേട് അല്ലെങ്കിൽ തേവാരം വ്യൂ പോയിന്റ് എന്നാട്ടോ. തേവാരം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഇതാണ്. അപ്പൊ അത് ഒരു നല്ലൊരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. എന്താണെങ്കിൽ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ആ തമിഴ്നാട്ടിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് കയറി പോകണമെന്ന് പറഞ്ഞില്ലേ, ഇതാ ഇത് കാണിച്ചു തരാം. ഇത് ഈ ഒരു ഇതെന്താണ് കറക്റ്റ് വരാത്തത്, ഇതുണ്ട് ഒരു ലൈൻ ഇങ്ങനെ വന്ന് പോകുന്നത്. ഈ ലൈൻ വന്ന് പോകുന്നതാണ് തമിഴ്നാട്. ഇതുണ്ട് ഇവിടെ കുറച്ച് ഭാഗം കേരള എഴുതി ഇതുണ്ട് കയറിയിരിക്കുന്നത്. ഞാനൊരു കറക്റ്റായിട്ടൊരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഞ്ഞായിരുന്നു, നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ പോലും പറ്റില്ലായിരുന്നു. ഇഷ്ടമാതിരി വണ്ടിയൊക്കെ കയറിപ്പോണ്ടോ, അതുണ്ടല്ലേ. നമുക്ക് ഏതായാലും മുന്നോട്ട് പോകാം. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി. ഞാൻ ഹബറിനെ അവിടെ പോന്നിട്ട് പൂച്ചക്കുഞ്ഞിനെടുക്കുന്നൊക്കെ കണ്ടോ. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോകുന്ന ഇങ്ങോട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വലിയ കാഴ്ചയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ബാക്കി വേറെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനിരുന്നത്. അപ്പം ഇതേമാതിരി വേറെ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ, സ്ഥലങ്ങളും ഇതൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വീഡിയോ എടുത്തിരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.